ഇന്ത്യക്കാർക്ക് ഏറ്റവും ചെലവ് ചുരുങ്ങി സന്ദർശിക്കാവുന്ന വിദേശ രാജ്യമാണ് നേപ്പാൾ. കേരളത്തിൽ നിന്ന് രപ്തി സാഗർ എക്സ്പ്രസിൽ കയറിയാൽ ഗോരഖ്പൂർ വഴി നേപ്പാളിലേക്ക് യാത്ര ചെയ്യാൻ എളുപ്പമുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3:25 കോയമ്പത്തൂരിൽ എത്തിച്ചേരുന്ന ഈ വണ്ടി 48 മണിക്കൂർ കൊണ്ട് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ എത്തിച്ചേരുന്നു. 1000 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഗോരഖ്പൂരിൽ നിന്ന് 96 കിലോമീറ്റർ യാത്ര ചെയ്താൽ നേപ്പാൾ അതിർത്തിയായ സുനോളി ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ 10 മിനിറ്റ് കൊണ്ട് ഭൈരഹവ നഗരത്തിലേക്കും അവിടെ നിന്ന് 9 മണിക്കൂർ ബസ് യാത്ര ചെയ്താൽ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാത്മണ്ഡുവിലും എത്തിച്ചേരാൻ പറ്റും. കാത്മണ്ഡുവിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയേക്കാൾ ചെലവ് ചുരുങ്ങിയ താമസ സൗകര്യമാണ് കൂടുതലായും ലഭ്യമായിട്ടുള്ളത്. ബിഗ് ട്രീ ഹോസ്റ്റൽ പൈപ്പൽ ബോട്ടി റോഡിലാണ്. ഇവിടെ റൂഫ് ടോപ്പിൽ യോഗ അഭ്യസിക്കുവാനുള്ള സൗകര്യമുണ്ട്. 24 മണിക്കൂറും ചൂടുവെള്ളവും മല കയറുവാനുള്ള ഗൈഡിംഗ് ഫെസിലിറ്റിയുമുള്ള ഈ ഹോസ്റ്റലിൽ ഒരു ഡോർമിറ്ററി ബെഡിന് 500 രൂപയാണ് ദിവസവാടക. അതുപോലെ സ്പാർക്ലിംഗ് ടേർട്ടിൽ ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ സ്വയംഭൂനാഥ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഇവിടെ 300 രൂപയ്ക്ക് ഡോർമിറ്ററി ബെഡുകൾ ലഭിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമാണ്. ഒരു കാനഡക്കാരനാണ് ഈ ഹോസ്റ്റൽ നടത്തുന്നത്. കാത്മണ്ഡു നഗരത്തിൽ വിർഗിർദി മണ്ഡപ് പാർക്കിനടുത്ത് ഗവൺമെന്റിന്റെ ഒരു ടൂറിസം ഇൻഫർമേഷൻ ഓഫീസുണ്ട്. രാവിലെ 7 മണിക്ക് തുറക്കുന്ന ഈ ടൂറിസ്റ്റ് ഓഫീസ് വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കുന്നു. നഗരം കാണുവാൻ നാട്ടുകാരെ പോലെ ബസ്സിൽ യാത്ര ചെയ്താൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടുവാനും പ്രാദേശിക സംസ്കാരം പഠിച്ചെടുക്കുവാനും എളുപ്പമുണ്ട്. മികച്ച റെസ്റ്റോറൻറ്റുകളും നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങൻ റെസ്റ്റോറൻറ്റ് കിങ് സ്റ്റാച്യു റൗണ്ട് അബൌട്ടിൻ്റെ അടുത്താണ്. മസാല ദോശയും മറ്റ് ഇന്ത്യൻ ഭക്ഷ്യവസ്തുക്കളും ഇവിടെ ലഭിക്കും. അതുപോലെ ബാവാർച്ചി റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ ഭക്ഷണവും ചൈനീസ് ഭക്ഷണവും നൽകുന്നു. അമേരിക്കൻ എംബസിയുടെ അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മാജിക് ബീൻസ് റെസ്റ്റോറൻറ്റ് കിങ്സ്വേ റോഡിലാണ്. സോഫ്റ്റ് മ്യൂസിക്കുള്ള ഈ റെസ്റ്റോറൻറ്റ് പാശ്ചാത്യരായ സന്ദർശകർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഹാര കേന്ദ്രമാണ്. അതുപോലെ ഹിമാലയൻ ജാവ റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പും ലോഞ്ചും ടെലിവിഷനും ഒക്കെയുള്ള മികച്ച ഒരു റെസ്റ്റോറൻ്റാണ്. ബാറും പിസ്സ ഷോപ്പും ഇവിടെയുണ്ട്. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാത്മണ്ഡു മനോഹരമായ ഒരു നഗരമാണ്. പണ്ടുകാലത്ത് ഇവിടെ എത്തിച്ചേരാൻ പ്രയാസമായതുകൊണ്ട് ഷാങ്ഗ്രീല എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരിക്കലും എത്താൻ പറ്റാത്ത വിദൂരമായ ഹിമാലയൻ ഗ്രാമങ്ങളെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഷാങ്ഗ്രീല എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ജെയിംസ് ഹിൽട്ടൻ്റെ ലോസ്റ്റ് ഹൊറൈസൺ എന്ന നോവലിലാണ് ഈ പദപ്രയോഗം ആദ്യമായി നടത്തിയത്. 25 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഈ മഹാനഗരം ലോകമെമ്പാടും ചെലവ് ചുരുങ്ങിയ ടൂറിസത്തിൻ്റെ പര്യായമായി അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 4600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാത്മണ്ഡു നഗരത്തിൽ തണുപ്പ് കാലത്ത് യാത്ര ചെയ്യാൻ പ്രയാസമാണ്. അനേകം അട്ടി കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും. എങ്കിലും ചൂടുകാലത്ത് സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇംഗ്ലീഷ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രാജ്യവുമാണ് നേപ്പാൾ. നല്ല സൗഹാർദ്ദഭാവമുള്ള ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പണ്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഹിപ്പികളുടെ ഹെഡ്ക്വാർട്ടേഴ്സായിരുന്നു നേപ്പാൾ. ഗവൺമെൻറ് തന്നെ നേരിട്ട് കഞ്ചാവ് വിൽപ്പന നിയമപരമായി നടത്തിയിരുന്നത് കൊണ്ട് പാശ്ചാത്യ ലോകത്തുള്ള ഹിപ്പികളെല്ലാം കൂടി നേപ്പാളിലേക്ക് ചേക്കേറി. മാന്യമായി വസ്ത്രം ധരിക്കുന്നതും കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കുന്നതും അനാവശ്യമാണെന്ന ഹിപ്പികളുടെ വാദം യൂറോപ്പിലും അമേരിക്കയിലും ഒരു കൊടുങ്കാറ്റ് പോലെ ജനങ്ങളെ സ്വാധീനിച്ചു. ചെറുപ്പക്കാർ മുഴുവൻ കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്യാതെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഗിറ്റാറും എടുത്ത് കറങ്ങി നടക്കുന്നത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു. എങ്കിലും സ്വാതന്ത്ര്യബോധം കൂടുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹിപ്പികൾക്ക് ധാരാളം സപ്പോർട്ട് ലഭിച്ചു. മുഖ്യധാരാ ബിസിനസ്സുകാരും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും ഇത്തരത്തിലുള്ള ജീവിതശൈലി രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തകർക്കുമെന്ന് ഗവൺമെൻറ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകി. എങ്കിലും നേപ്പാളിന് വമ്പിച്ച വിദേശ നാണ്യം ശേഖരിക്കുവാൻ ഹിപ്പികളുടെ വരവ് സഹായിച്ചു. പക്ഷേ നേപ്പാളിൽ നിന്ന് ഹിപ്പികളെ ഇന്ത്യയിലേക്ക് ഓടിച്ചുവിടണമെന്ന് അമേരിക്കൻ സർക്കാർ രഹസ്യമായി സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ നേപ്പാളിൽ നിയമവിധേയമായി കഞ്ചാവ് വിൽക്കുന്നത് നിർത്തുകയും ഹിപ്പികളെ പോലീസിനെ ഉപയോഗിച്ച് ശല്യം ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. ഹിപ്പികൾക്ക് തങ്ങളുടെ സ്വതന്ത്ര ലോകം നേപ്പാളിൽ ഇല്ലാതായി എന്ന് മനസ്സിലായതോടുകൂടി അവർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് താമസം മാറ്റി. 10,000-കണക്കിന് ഹിപ്പികളെ ഇന്ത്യയിലേക്ക് താമസം മാറ്റുന്നതുകൊണ്ട് അമേരിക്കയുടെ രഹസ്യോദ്ദേശം എന്താണെന്ന് ആർക്കും പിടികിട്ടിയില്ല. ഹിപ്പികൾ ഗോവയിലും കോവളത്തും കന്യാകുമാരിയിലുമൊക്കെ കൂടുകൂട്ടി തങ്ങളുടെ സ്വതന്ത്ര ജീവിതം തുടർന്നു. വലിയ എണ്ണം ഹിപ്പികൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഭീമമായൊരു തുക വിദേശ നാണ്യം ഇനത്തിൽ ഇന്ത്യ ഗവൺമെന്റിന് ലാഭമുണ്ടായി. ഹിപ്പികളെ കൊണ്ട് പ്രത്യേകിച്ച് ശല്യമില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റിന് തോന്നുകയും ചെയ്തു.
എന്ന് മാത്രമല്ല, ഗോവ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഹിപ്പികളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് താല്പര്യപ്പെടുത്തില്ല. അതിനു പകരം അവരെ ടൂറിസ്റ്റുകളായി കണക്കാക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. കേരളത്തിൽ ഹിപ്പികളുടെ ജീവിതശൈലി ചെറുപ്പക്കാരെ ആകർഷിക്കുകയും ബോബനും മോളിയിലെ അപ്പി ഹിപ്പിയെ പോലെ ധാരാളം ചെറുപ്പക്കാർ ഹിപ്പികളായി മാറുകയും ചെയ്തു. അമേരിക്കയിലെ ഹിപ്പികൾക്ക് ഗേൾ ഫ്രണ്ട്സിനെ എളുപ്പത്തിൽ കിട്ടിയിരുന്നുവെങ്കിലും കേരളത്തിലെ ഹിപ്പികൾ പെണ്ണ് കിട്ടാതെ വിഷമിച്ചു. ആദ്യം പോയി മുടിവെട്ട്, എന്നിട്ട് സോപ്പ് തേച്ച് കുളിക്ക്, എന്നിട്ടാവാം കല്യാണാലോചന എന്നാണ് കേരളത്തിലെ പെൺകുട്ടികൾ ഹിപ്പികളോട് പറഞ്ഞത്. വീടും കൂടുമില്ലാതെ കടത്തിണ്ണയിൽ അന്തിയുറങ്ങുന്ന ഹിപ്പികൾ നാട്ടുകാർക്കൊരു ശല്യമായി മാറുകയും ഗവൺമെൻറ് നൽകുന്ന പ്രോത്സാഹനം പൊതുജനങ്ങൾ അവർക്ക് നൽകാതിരിക്കുകയും ചെയ്തു. കാണുന്നതെല്ലാം മോഷ്ടിക്കുകയും കണ്ട സ്ഥലത്തെല്ലാം കയറി ഉറങ്ങുകയും ചെയ്യുന്ന ഹിപ്പികളുടെ ജീവിതശൈലി നാട്ടുകാർക്ക് വലിയ ശല്യമായി മാറി. അധികം താമസിയാതെ ഹിപ്പികളെ തീറ്റിപ്പറ്റുവാൻ തയ്യാറല്ല എന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളത്തിലെ ഹിപ്പികൾ മുടി മുറിക്കുകയും ബാത്റൂമിൽ പോയി ഉരച്ചു തേച്ച് കുളിച്ച് കിട്ടിയ ജോലി ചെയ്ത് പഴഞ്ചൻ രീതിയിൽ തന്നെ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. പ്രേം നസീർ നായകനായി അഭിനയിച്ച പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ ഹിപ്പികളെക്കുറിച്ച് ഒരു സിനിമാഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിപ്പികളുടെ നഗരം, ലഹരി കുപ്പികളുടെ നഗരം, സ്വർഗം ഭൂമിയിൽ സ്വർഗം തിരയും സ്വപ്നാടകരുടെ നഗരം എന്ന് തുടങ്ങുന്ന ഈ ഗാനം ലുങ്കിയും ജുബ്ബയും അണിഞ്ഞു നടക്കും പെൺകുട്ടികളുടെ നഗരം, പ്രേമം നിശാസദനങ്ങളിലാക്കിയ കാമുകന്മാരുടെ നഗരം, യുവ കാമുകന്മാരുടെ നഗരം എന്ന് തുടരുന്നു. പിന്നീട് അല്പം വിപ്ലവം, അല്പം പ്രേമം, അല്പം മോഹഭംഗം, ദുഃഖം, അനശ്വര ദുഃഖം, മനസ്സിൽ അസ്വസ്ഥതയുടെ ആലസ്യം, ഇതൊക്കെയാണ് ഈ നഗരത്തിൻ മുഖമുദ്രകൾ എന്ന് വിലപിക്കുന്നു. അതിനുശേഷം ചുണ്ടിൽ കഞ്ചാവ് ബീഡികളെരിയും ചിന്തകന്മാരുടെ നഗരം, ധ്യാനം അമേരിക്കൻ മോഡലിലാക്കിയ യോഗികളുടെ നഗരം, യുവയോഗികളുടെ നഗരം എന്നാണ് ഈ ഗാനം അവസാനിക്കുന്നത്. പള്ളിക്കാരും പട്ടക്കാരും മതമേലധ്യക്ഷന്മാരും ഹിപ്പികൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവർ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നുവെന്ന് ജനങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ് നടക്കുന്ന ഷുജായികളോട് മലയാളികൾക്കുള്ള പുച്ഛം ഹിപ്പികളുടെ ലളിതമായ ജീവിതശൈലിയോടുള്ള ബഹുമാനമായി വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, യുദ്ധത്തിനെതിരായും ഏകാധിപത്യത്തിനെതിരായും മുതലാളിത്തത്തിനെതിരായും ആരെയും പേടിക്കാതെ ശബ്ദിക്കുവാൻ ഹിപ്പികൾക്ക് കഴിഞ്ഞതും മലയാളികളുടെ മനസ്സിനെ സ്വാധീനിച്ചു. ഇപ്പോൾ ഹിപ്പി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ബാക്ക് പാക്കേഴ്സ് എന്നും ലോകസഞ്ചാരി എന്നും ഒക്കെ പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോകൾ ഉണ്ടാക്കുന്ന മലയാളികളൊക്കെ പുതിയ തരം ഹിപ്പികൾ തന്നെയാണ്. ഇപ്പോഴും ഹിപ്പികൾക്ക് സമൂഹത്തിൽ നല്ല സ്വാധീനവും മാന്യതയുമുണ്ട്.